കേരളത്തിലെ കിരീടം വയ്ക്കാത്ത രാഷ്ട്രീയ ചാണക്യന്മാരും മുന്നണി നേതാക്കളും ചാനൽ ചർച്ചകളിൽ വിദ്വേഷം വിളമ്പുന്നവരും ഒരുപോലെ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ആരും അസംഭവ്യമെന്ന് കരുതിയ, സ്വപ്നത്തിൽ പോലും നടക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ കൂടിക്കാഴ്ച ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതെ, ഭാരതത്തിന്റെ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ ഡൽഹിയിൽ വെച്ച് ചരിത്രപരമായ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇതൊരു വെറും സൗഹൃദ സന്ദർശനമായിരുന്നില്ല, പുതിയ ഇന്ത്യയുടെ ഉദയമാണ്. വിദ്വേഷം വിതച്ചും ന്യൂനപക്ഷങ്ങളെ പേടിപ്പിച്ചും ഇത്രയും കാലം വോട്ട് പിടിച്ചവർക്ക് മുഖത്തേറ്റ ഒരു ഒന്നൊന്നര പ്രഹരമാണിത്. മോദി സർക്കാർ ഭാരതത്തിന്റെ നല്ല ഭാവിയാണ് എന്ന ശക്തമായ സന്ദേശമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ പുറത്തു വരുന്നത്. കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇതോടെ തകർന്നടിയും. മുസ്ലിം ന്യൂനപക്ഷങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയരുകയാണ്. ഈ കൂടിക്കാഴ്ചയിലെ ഓരോ രഹസ്യങ്ങളും, ചർച്ചയായ നിർണായക വിഷയങ്ങളും, വികസനത്തിന്റെ പുതിയ മാസ്റ്റർ പ്ലാനും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇഴകീറി പരിശോധിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇത് നിങ്ങളുടെ അറിവിനെയും രാഷ്ട്രീയ കാഴ്ചപ്പാടിനെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. സാമ്പത്തികമായും സൈനികമായും നയതന്ത്രപരമായും നമ്മൾ ഒന്നാം നിരയിലേക്ക് എത്തുമ്പോൾ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒപ്പം കൂട്ടുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കാന്തപുരം ഉസ്താദ് കേരളത്തിലുടനീളം നടത്തിയ കേരള യാത്ര വലിയൊരു ചർച്ചയായിരുന്നു. ആ യാത്രയിൽ അദ്ദേഹം കണ്ടത് ജനങ്ങളുടെ ദുരിതങ്ങളല്ല, മറിച്ച് വികസനത്തിനായിട്ടുള്ള അവരുടെ ദാഹമാണ്. ആ യാത്രയിൽ ശേഖരിച്ച വിവരങ്ങളും പരാതികളും അദ്ദേഹം മറ്റാർക്കുമല്ല നൽകിയത്, മറിച്ച് ഈ രാജ്യത്തെ നയിക്കുന്ന നരേന്ദ്രമോദിക്ക് തന്നെയാണ്, അതും നേരിട്ട്. എന്തുകൊണ്ട് അദ്ദേഹം മോദിയെ തന്നെ തിരഞ്ഞെടുത്തു? കാരണം തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും കെൽപ്പുള്ള ഏക ഭരണാധികാരി മോദിയാണെന്ന് കാന്തപുരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നത് വികസന മുരടിപ്പാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട്. കേരളത്തിലെ ഹൈവേ വികസനത്തെ അദ്ദേഹം പ്രശംസിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിയത് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികളാണ്. ഭാരതം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും മാറണം. കേരളത്തിലെ റോഡുകൾ BOT അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്നത് നന്നായി നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം മോദിയെ അറിയിച്ചു. എന്നാൽ വിമാനത്താവളങ്ങളുടെ കാര്യത്തിൽ ഇനിയും കേന്ദ്ര ഇടപെടൽ വേണമെന്നും പ്രവാസികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ സർവീസുകളെല്ലാം തന്നെ വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അഥവാ AMUവിന്റെ മലപ്പുറം സെന്ററാണ്. ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഈ ഒരു പദ്ധതിക്ക് ജീവൻ വെപ്പിക്കാൻ മോദി സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് കാന്തപുരം വിശ്വസിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ പുരോഗതി എന്നത് വെറും പ്രസംഗമല്ല, അത് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകേണ്ട ഒന്നാണെന്ന് കാന്തപുരം പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളുമായി കിടപിടിക്കുന്ന രീതിയിൽ ഭാരതത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം. മോദി സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം അഥവാ NEP ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. അലിഗഡ് സെന്ററിന്റെ വികസന കാര്യത്തിൽ പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നിലനിന്നിരുന്നു. എന്നാൽ കാന്തപുരം ഉസ്താദ് നേരിട്ട് പ്രധാനമന്ത്രിയോട് സംസാരിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി. അർഹരായ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സഹായം ലഭ്യമാകുമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകുകയാണ് ഉണ്ടായത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും കാലം ഇടനിലക്കാരായി നിന്ന രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരും ന്യൂനപക്ഷങ്ങളും തമ്മിൽ ഒരു വലിയ മതിലുണ്ടെന്ന് വരുത്തി തീർത്തത് തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ നോക്കിയവർക്ക് ഇതോടെ തിരിച്ചടിയേറ്റു. കാന്തപുരം നേരിട്ട് ഡൽഹിയിലെത്തി മോദിയെ കണ്ടതോടെ ആ മതിൽ അവിടെ അതോടെ തകർന്നു വീണിരിക്കുകയാണ്. തകർന്ന തരിപ്പണമായി എന്ന് തന്നെ പറയാം. വഖഫ് നിയമങ്ങളിലെ മാറ്റങ്ങളെ കുറിച്ച് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലെല്ലാം ആശങ്കകൾ ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ കാന്തപുരം ഉസ്താദ് ഈ അവസരം ഉപയോഗിച്ചു. രാജ്യത്തെ പുരാതന മസ്ജിദുകളും ഇസ്ലാമിക പൈതൃക സംസ്കാരങ്ങളും സംരക്ഷിക്കേണ്ടത് ഭാരതത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മോദി സർക്കാർ കേവലം ഒരു മതത്തിന്റെ മാത്രമല്ല, ഭാരതത്തിന്റെ മുഴുവൻ പൈതൃകത്തിന്റെയും കാവൽക്കാരനാണെന്ന് പ്രധാനമന്ത്രിയുടെ മറുപടിയിലൂടെ വ്യക്തമായി. വികസനത്തിനൊപ്പം സംസ്കാരവും സംരക്ഷിക്കപ്പെടണമെന്ന മോദിയുടെ വികാസ് ഭി വിരാസ് ഭി ഈ മുദ്രാവാക്യം ഇവിടെ അർത്ഥവത്താവുകയാണ്. ലോകം ഇന്ന് യുദ്ധങ്ങളുടെ നിഴലിലാണ്. റഷ്യ-ഉക്രൈൻ യുദ്ധമായാലും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളായാലും ലോകം നോക്കുന്നത് ഭാരതത്തിലേക്കാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ നരേന്ദ്രമോദി നടത്തുന്ന നയതന്ത്ര ഇടപെടലുകളെ ലോകം അംഗീകരിക്കുകയാണ്.
ഈ കുതിപ്പിനെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുറന്ന് അഭിനന്ദിക്കുകയുമുണ്ടായി. ഒരു മുസ്ലിം ആത്മീയ നേതാവ് മോദിയുടെ നയതന്ത്ര നീക്കങ്ങളെ അഭിനന്ദിക്കുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വളരെ വലുതാണ്. ഭാരതം എന്ന് വെറുമൊരു രാജ്യമല്ല, അത് വിശ്വഗുരുവാണ്. സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വലുതാണെന്ന് കാന്തപുരം അടിവരയിട്ടു. വെറും സാമ്പത്തിക വളർച്ച മാത്രം പോരാ, ഒരു രാജ്യത്തെ ജനങ്ങൾ സന്തോഷവാന്മാരായിരിക്കണം. ഇതിനെയാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സാമ്പത്തിക മുന്നേറ്റത്തിനൊപ്പം മാനവ വികസനത്തിനും പ്രാധാന്യം നൽകണമെന്ന് കാന്തപുരം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് വേണ്ടത്. വിഭവങ്ങൾ ജനസംഖ്യാനുപാതികമായാലും പ്രാദേശിക സന്തുലിതമായും വിതരണം ചെയ്യപ്പെടണം. ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതിയാണ്. ഈ കാര്യങ്ങളിൽ അതീവ താല്പര്യത്തോടെയാണ് പ്രധാനമന്ത്രി ചെവി കൊടുത്തത്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ന്യൂനപക്ഷങ്ങളെ BJPയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുക, ആ പേടിയിൽ നിന്നും വോട്ട് കൊയ്തെടുക്കുക. ഇതായിരുന്നു ഇവിടുത്തെ മതേതര മുന്നണികളുടെ എല്ലാം രീതി, രണ്ടും. എന്നാൽ കാന്തപുരം ഉസ്താദ്, ഈ മഹാപണ്ഡിതൻ, ആ തന്ത്രം പൊളിക്കുകയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രിയെ കാണുന്നത് തെറ്റാണെന്ന് കരുതിയവർക്ക് അദ്ദേഹം മാതൃകയായി. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരിയെ കാണുന്നതും പരാതികൾ ബോധിപ്പിക്കുന്നതും അവകാശമാണ്. അതിനെ തടയാൻ നോക്കിയവർ പരാജയപ്പെട്ടു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെയ്യാം എന്ന പ്രധാനമന്ത്രിയുടെ മറുപടി കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും സുപ്രധാന ഭാഗമാണിത്. കാന്തപുരം ഉസ്താദ് തന്നെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിന്റെ ശോഭനമായ ഭാവിയിലേക്കുള്ള ചുവടുവെപ്പാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, വന്ദേ ഭാരത് ട്രെയിനുകൾ, ഗ്രാമങ്ങളിലെ വൈദ്യുതി, അങ്ങനെ ഓരോരോ മേഖലയിലും മാറ്റം ദൃശ്യമാണ്. ഈ വികസന കുതിപ്പിൽ തങ്ങൾക്കും പങ്കാളികളാകണമെന്ന ആഗ്രഹം മുസ്ലിം സമൂഹത്തിനുമുണ്ട്. അതിനുള്ള പാലമായി കാന്തപുരം ഉസ്താദ് മാറി. വിദ്വേഷം വിതച്ചവർക്ക് ഇനി വിപണിയില്ല. കാരണം ജനങ്ങൾ വികസനം തിരിച്ചറിഞ്ഞു തുടങ്ങി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം ഉസ്താദ് നൽകിയ റംസാൻ സന്ദേശം രാജ്യത്ത് വലിയ തരംഗമുണ്ടാക്കി. പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ സാമൂഹികവും മാനുഷികവുമായ നിരവധി വിഷയങ്ങൾ ഉൾപ്പെട്ടു. മുസ്ലിം ലോകവുമായുള്ള ഭാരതത്തിന്റെ ബന്ധം, ഇതിന്റെ വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കൽ, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര പദ്ധതികളിൽ കൂടുതൽ മുൻഗണന, ഇതൊക്കെയും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഒരു പുതിയ ചരിത്രമാണ്. വിദ്വേഷത്തിന്റെ മതിലുകൾ തകർന്നു വീഴുന്ന കാഴ്ച, പ്രീണന രാഷ്ട്രീയം വഴിമുട്ടുന്ന കാഴ്ച. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച ഭാരതത്തിന്റെ ഐക്യത്തിന്റെ അടയാളമാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ മാറ്റത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. വിദ്വേഷം പടർത്തുന്നവർക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവർക്കും ജനങ്ങൾ തന്നെ മറുപടി നൽകും. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള, ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാന്തപുരം ഉസ്താദിന്റെ ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും? ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭാരതത്തിന്റെ ഈ കുതിപ്പിനെ പിന്തുണയ്ക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.